السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله والصحابة الطيبين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് മുത്തക്കുകളായി, മുഖ്ലിസുകളായി ജീവിതം നയിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സന്തോഷപൂർവം റബ്ബിനെ കാണാൻ എന്ന വിഷയത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലത്തിനാണ് മഹ്ശർ എന്ന് പറയുന്നത്. ചില ആളുകൾ മഹ്ശറ എന്ന് പറയാറുണ്ട്. അത് തെറ്റായൊരു പ്രയോഗമാണ്. മഹ്ശർ എന്നാണ്. മഹ്ശർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേര് തന്നെ ഹാഷിർ എന്നാണ്, ഒരുമിച്ച് കൂട്ടുന്നവൻ എന്നർത്ഥം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ്, അദ്ദേഹത്തിന് ശേഷമാണ് മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹ്ശറിൽ മനുഷ്യൻ ചെന്നു നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചില അവസ്ഥകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. അവിടെ ഏറ്റവും അധികം നിന്ദ്യരാകുന്ന, വഷളാകുന്ന, ഇളിഭ്യരാകുന്ന, പരിഹസിക്കപ്പെടുന്ന ചില ആളുകളെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട്. മുവഹിദുകളായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച ആളുകൾ പോലും അവർ ചെയ്തു പോയ മറ്റു ചില തെറ്റുകൾ കാരണങ്ങളാൽ നിന്ദ്യരാകുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹു ആദ്യം വിചാരണക്ക് എടുക്കുന്നത് നമസ്കാരമാണെങ്കിൽ ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയവർ തന്നെയാണ് അവിടെ വഷളാകുന്ന ഏറ്റവും ഒന്നാമത്തെ വിഭാഗം. കാരണം നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾ ഖാറൂനിന്റെയും ഫിറഔനിന്റെയും ഹാമാനിന്റെയും ഉബയ്യ് ഇബ്നു കഅബിന്റെയും ഒക്കെ കൂടെയായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അഥവാ ഞാനാണ് റബ്ബ് എന്ന് അഹങ്കരിച്ച അള്ളാഹു മനുഷ്യർക്ക് മുഴുവൻ മാതൃകയാകുന്ന വിധത്തിൽ മുക്കി നശിപ്പിച്ച ഫിറഔനിന്റെ കൂടെ ഹാജരാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നർത്ഥം. അതുപോലെ തന്നെ തന്റെ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച ഖാറൂനിന്റെയും അതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത ഹാമാനിന്റെയും താൻ വലിയ കച്ചവടക്കാരനായപ്പോൾ നമസ്കാരം നഷ്ടപ്പെടുത്തിയ ഉബയ്യിന്റെയും ഒക്കെ കൂടെ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾ ഹാജരാക്കപ്പെടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അന്ത്യനാളിൽ വഷളാകുന്ന മറ്റൊരു വിഭാഗമാണ് സക്കാത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾ. തന്റെ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം അത് പാവപ്പെട്ടവരുടെ അവകാശമാണെന്നും അത് താൻ കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല എന്നും പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ച് പറഞ്ഞു, മാമിൻ റജുലിൻ ലഹു മാലുൻ ലാ യുഅദ്ദി ഹഖ്ഖ മാലിഹി. ഒരാൾക്ക് സമ്പത്തുണ്ടായി അതൊരു നിശ്ചിത പരിധിയിലെത്തിയിട്ട് അതിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശം അവൻ കൊടുക്കുന്നില്ലെങ്കിൽ ഒരു പാമ്പിന്റെ രൂപത്തിൽ ആ സമ്പത്ത് മുഴുവൻ അന്ത്യനാളിൽ വരാതിരിക്കില്ല. അതവന്റെ കഴുത്തിൽ മാലയായി ചാർത്തപ്പെടുകയും
അവന്റെ ശരീരഭാഗങ്ങളിലേക്ക് ആ പാമ്പ് കൊത്തി വേദനിപ്പിക്കുകയും എന്നിട്ട് അവനെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുമെന്നും വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തോതി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അല്ലാഹു ചെയ്ത ഔദാര്യത്തിൽ നിന്ന് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കേണ്ടതില്ല ഹുവ ഖൈറൽ ലഹും, അവർക്കത് നല്ലതാണെന്ന്. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് അപകടകരമാണ്, അതവർക്ക് ആപത്താണ്. സമ്പത്ത് ചെലവഴിക്കാത്ത ആളുകൾ അത് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കണ്ട, അതവർക്ക് അപകടമാണ്, ദുരന്തമാണ് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു തൗബയിൽ പഠിപ്പിച്ചത് വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫില്ല, വെള്ളിയും സ്വർണ്ണവും തങ്കരിച്ചു വെക്കുന്ന ആളുകൾ, സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് ഉണ്ടാവുക. എന്നിട്ട് അല്ലാഹ് പറയാണ് അന്ത്യനാളിൽ അവരെങ്ങനെയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അത് നരകത്തിലിട്ട് പഴുപ്പിച്ചിട്ട് ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അവിടെ മുഖങ്ങളിലും മുതുകുകളിലും പാർശ്വങ്ങളിലും അതുകൊണ്ട് ഇസ്തിരിയിടുന്നതാണ്. ഫതുഖ്വാ ബിഹാ, അതുകൊണ്ട് ഇസ്തിരിയിടുന്നതാണ്. എടോ നീ സൂക്ഷിച്ചു വെച്ച നിന്റെ സ്വർണമാണിത്, നിന്റെ വെള്ളിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വേദനിപ്പിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം, അത് നരകത്തിയിലിട്ട് ഫലകങ്ങളാക്കി ആ ഫലകങ്ങളെ കൊണ്ട് അവന്റെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്ന, വെച്ചു പിടിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നാണ്. ഒട്ടകങ്ങൾ സക്കാത്ത് കൊടുക്കാത്തവരുടെ ഒരു പന്തിന്റെ രൂപത്തിലേക്ക് അവനെ മാറ്റുകയും ഒട്ടകങ്ങളുടെ കാൽച്ചുവട്ടിൽ അവൻ ഇട്ടുകൊടുക്കുകയും ആ ഒട്ടകങ്ങൾ അവനെ തട്ടിക്കളിക്കുന്ന രൂപത്തിലായിരിക്കും അവൻ അന്ത്യനാളിൽ വഷളാക്കപ്പെടുക എന്നും, അപ്രകാരം തന്നെ മാടിന്റെയും ആടിന്റെയും വിഷയത്തിൽ വഷളാക്കപ്പെടുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പരലോകത്തെ ഏറ്റവും നിന്ദ്യർ, ഏറ്റവും നിസാരമായി ചെറിയവരായി നിന്ദ്യരായി മാറുന്ന ആളുകൾ ഇവിടെ ഞാനാണ് വലിയവൻ എന്ന് തോന്നുന്ന ആളുകളാണ്. അഹങ്കാരികളായി സത്യത്തെ എതിർത്ത് ജനങ്ങളെ നിന്ദ്യരാക്കി കണ്ട് ഞാനാണ് ഇവിടെ വലിയവൻ, ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന അഹങ്കാരത്തോടെ സ്വേച്ഛാധിപതികളായി ജീവിച്ച ആളുകൾ അവിടെ വരുന്ന രൂപം പോലും എങ്ങനെയാണ്? റസൂലുള്ളാഹി പറയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അഹങ്കാരികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അംസാലദ്ദരി ഫീ സുവരി റിജാൽ, മനുഷ്യരുടെ രൂപവും ചെറുപേനുകളുടെ വലുപ്പത്തിലുമായിരിക്കും. മനുഷ്യരുടെ രൂപവുമായിരിക്കും, ചെറു ജീവികളുടെ വലുപ്പത്തിലുമായിരിക്കും അവരെ അല്ലാഹു അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും നിന്ദ്യത അവരെ വലയം ചെയ്തിട്ടുണ്ടാകും. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അന്ത്യനാളിൽ വഷളാകുന്ന നിന്ദ്യരായി തീരുന്ന വിഭാഗങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും, നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവർ, സക്കാത്ത് തടഞ്ഞവർ, അഹങ്കാരികൾ, ഇവരൊക്കെ അന്ത്യനാളിൽ വഷളാകുന്നവരായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും നിഷേധിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് ധാരാളം ഹദീസുകളിലൂടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ 3 വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു നോക്കുകയില്ല. അൽ ആഖുലി വാലിദൈഹി, തന്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മക്കൾ, വൽ മർഅത്തുൽ മുതറജ്ജിലതു, പൗരുഷം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ, വദ്ദയ്യൂസു, തന്റെ കുടുംബത്തിലെ തിന്മകൾക്ക് മൗനാനുവാദം നൽകുന്ന കുടുംബനാഥൻ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ
ഒരു തെറ്റ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിട്ടും അതിനെതിരെ ശബ്ദിക്കാതിരിക്കുക എന്നത്, അതിന് മൗനാനുവാദമെങ്കിലും ഞാൻ നൽകുന്നു എന്നത് അവരുടെ നരകപ്രവേശനത്തിന് മാത്രമല്ല, എന്റെ നരകപ്രവേശനത്തിനും എന്റെ റബ്ബിന്റെ തിരുനോട്ടം നിഷേധിക്കപ്പെടാൻ പോലും കാരണമാകുന്ന കാര്യമായി അത് മാറുമെന്ന് തന്നെയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ജറ സൗബഹു ഖിയലാ, ആരെങ്കിലും അഹങ്കാരത്തോടെ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനെ നേരെ അല്ലാഹു നോക്കുക പോലും ചെയ്യില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് വയശ്തറൂന ബിഹി സമനൻ ഖലീലാ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് മറച്ചുവെക്കുന്ന ആളുകളില്ലേ, തുച്ഛമായ വിലക്ക് വിൽപ്പന നടത്തുന്ന ആളുകളില്ലേ, ഉലൈകമായ യകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവർ തീയല്ലാതെ അവരുടെ വയറുകളിൽ നിറക്കുന്നില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ നരകമാണ്. അല്ലാഹ് ഇറക്കി തന്നത് പരസ്യപ്പെടുത്താൻ, പ്രഖ്യാപിക്കാൻ, പഠിപ്പിക്കാൻ തയ്യാറാകാത്തവർ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, ഓ പ്രവാചകരെ ആരാണത്? ഖാബു വ ഖസിറു, അവർ വലിയ നഷ്ടക്കാരാണല്ലോ, വലിയ നാശം ലഭിക്കുന്നവരാണല്ലോ. അല്ലാഹ് നോക്കുക പോലും ചെയ്യാത്ത ആ വിഭാഗം ആരാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുൻഫിഖു സിൽഅതഹു ബിഹൽഫിൽ കാദിബ്, അത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷനും ചെലവഴിച്ചത് എടുത്തു പറഞ്ഞ് നടക്കുന്ന മന്നാനും, അത് കള്ളം പറഞ്ഞുകൊണ്ട് കച്ചവടച്ചരക്ക് വിറ്റഴിക്കുന്ന കച്ചവടക്കാരനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും വഞ്ചിച്ചെടുത്ത, മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും കളവ് പറഞ്ഞും മറ്റുള്ളവന്റെ സ്വത്ത് കൈക്കലാക്കിയ ആള് പരലോകത്ത് വരുന്ന രൂപം റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ഇദാ ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ, തുടക്കക്കാരെയും ഒടുക്കക്കാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ യുർഫഉ ലികുല്ലി ഖാദിരിൻ ലിവാഉൻ, ഓരോ വഞ്ചന നടത്തിയ ആളുടെയും പിന്നിൽ നിന്ന് ഒരു പതാക ഇങ്ങനെ ഉയർത്തും. ഫഖീല, പറയപ്പെടും, ഹാദിഹി ഖദറത്തു ഫുലാൻ ബിനി ഫുലാൻ, ഇതാ ഇന്ന മനുഷ്യന്റെ ഇന്ന ഇത് കട്ടെടുത്തതിന്റെ അടയാളമാണിത് എന്നിങ്ങനെ വിളിച്ചു പറയുന്ന അവസ്ഥയുണ്ടാകും. ചില ഹദീസിൽ കാണാം, അവന്റെ പിൻഭാഗത്ത് നിന്ന് ആ കൊടി ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് അവൻ എന്തൊക്കെ കട്ടെടുത്ത് വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ അത് എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലാകുന്ന, എന്റെ പലതും പോയിരുന്നു, അത് ഇവനാണില്ലേ എടുത്തത് എന്ന് നഷ്ടപ്പെട്ട ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹു അവനെ ഇങ്ങനെ വഷളാക്കും എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഗൗരവമുള്ള ഒരു കാര്യമാണ് ദ്വിമുഖൻ ആയി നടക്കുന്ന ആള്, ഇരുമുഖ നയക്കാരൻ. ആരെങ്കിലൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവന്റെ കുറ്റം പറയുകയും പിന്നെ ആരെക്കുറിച്ചാണോ കുറ്റം പറഞ്ഞത് അവന്റെ അടുക്കലെത്തുമ്പോൾ മറ്റുള്ളവന്റെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ഇരുമുഖ നയമുള്ള ആളുകൾ. തന്റെ നല്ല ആളുകളോടൊപ്പം എത്തുമ്പോൾ നല്ലത് പറയുകയും തന്റെ ചീത്ത കൂട്ടുകാരൊപ്പം എത്തുമ്പോൾ അവന്റെ മുഖം മാറ്റുകയും ചെയ്യുന്ന ആളുകൾ. കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്നവർ, കൂട്ടുകാർക്കനുസരിച്ച് രൂപം മാറുന്നവർ. അവരെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദൽ വജ്ഹൈൻ, അന്ത്യനാളിൽ ഏറ്റവും വഷളാകുന്നവൻ അവൻ ഇരുമുഖ നയമുള്ളവനാണെന്ന് നിനക്ക് കാണാം. അല്ലദീ യഅതി ഹൗലായി ബിവജ്ഹിൻ വഹൗലായി ബിവജ്ഹിൻ, ഒരു വിഭാഗത്തിന്റെ അടുക്കൽ എത്തുമ്പോ ഒരു മുഖവുമായി സംസാരിക്കും, മറ്റൊരു വിഭാഗത്തിന്റെ കൂടെ എത്തുമ്പോ മറ്റൊരു മുഖവുമായി സമീപിക്കും. നല്ല ആളുകളെ എത്തുമ്പോ നല്ല സംസാരം, എന്നാൽ അവന്റെ വൃത്തികെട്ട ആളുകളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിലോ അവനായിരിക്കും ആ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ കൂതറ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ റസൂലുള്ളാഹി പറയാണ്, ഇരുമുഖ നയത്തിന്റെ ആള് അന്ത്യനാളിൽ ഏറ്റവും മോശം സ്ഥാനത്തുള്ളവനായിരിക്കും. ഒരു ഹദീസിൽ ഇങ്ങനെ കൂടി പറഞ്ഞു, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ,
ഐഹിക ജീവിതത്തിൽ ആരെങ്കിലും ഇരുമുഖ നയമുള്ളവനായാൽ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനൻ നാർ, അന്ത്യനാളിൽ അവന് തീയിന്റെ 2 നാവുകൾ ഉണ്ടാകും. ഇഹലോകത്ത് 2 മുഖവുമായി നടന്ന ആൾക്ക്, മുനാഫിക്കായി നടന്ന ആൾക്ക് പരലോകത്ത് തീ കൊണ്ടുള്ള 2 നാവുകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം ആവശ്യമില്ലാതെ യാചന നടത്തുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് യാചനയാണ് ഒരു തൊഴിൽ, അവരുടെ തൊഴിൽ തന്നെ ഒരു യാചനയാണ്. അങ്ങനെ ജീവിക്കാം എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പകരം യാചിച്ച് കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ പിന്നെ അതൊരു പതിവാക്കുന്ന ആളുകൾ. എന്നാൽ ഇസ്ലാം അത് വളരെയധികം നിരുത്സാഹപ്പെടുത്തുകയും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവൻ എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ സഅല വലഹു മാ യുഗ്നീഹി ജാഅത് ഖുമൂശൻ ഔ ഖുദൂഹൻ ഫി വജ്ഹിഹി യൗമൽ ഖിയാമ. ഒരാൾക്ക് ഉണ്ടായിട്ടും ജീവിക്കാനുള്ള മാർഗമുണ്ടായിട്ടും അവൻ യാചന നടത്തി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ തന്നെ അവന്റെ മുഖം മാന്തി കീറുന്ന അവസ്ഥയിലാണ് അന്ത്യനാളിൽ ഹാജരാവുക. അവന്റെ മുഖത്ത് മാംസമില്ലാത്ത വിധമായിരിക്കും അവൻ പരലോകത്ത് ഹാജരാവുക. സുഹൃത്തുക്കളെ, എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവന് ഒരു ഭാഗത്ത് മാംസം മുഴുവൻ നഷ്ടപ്പെട്ട് അവൻ യാചിച്ചു നടന്നവനാണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കും വരിക എന്ന് ഹദീസിൽ നമുക്ക് കാണാം. പല ആളുകളും ശ്രദ്ധിക്കാത്ത, എന്നാൽ പ്രവാചകൻ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച, അന്ത്യനാളിൽ വഷളാകാൻ കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുക എന്നത്. ഇത് ഏറ്റവും പ്രധാനമായും വന്നിട്ടുള്ളത് നമസ്കാരത്തിലാണ്. നമസ്കാരത്തിൽ ഉമിനീര് ഒഴിവാക്കേണ്ടി വന്നാൽ, കഫം ഒഴിവാക്കേണ്ടി വന്നാൽ ഇടതുഭാഗത്തേക്ക് കാൽച്ചുവട്ടിലേക്ക് ഒഴിവാക്കുക എന്നും വലതുഭാഗത്തേക്കോ മുന്നിലേക്കോ അത് ഉപേക്ഷിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പള്ളികളിൽ എവിടേക്കും ഒഴിവാക്കാൻ പാടില്ല. അത് വല്ല തൂവാലയിലോ ടിഷ്യൂ പേപ്പറിലോ ഒക്കെ എടുക്കുക എന്നതല്ലാതെ നമുക്ക് ഇടതുഭാഗത്തേക്ക് ഉപേക്ഷിക്കാൻ പാടില്ല. എന്നിരുന്നാലും വലത് ഖിബില ഭാഗങ്ങൾ പവിത്രമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ പറയുകയാണ്, ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പിയ മനുഷ്യന്റെ ആ ഉമിനീര് മുഴുവൻ അവന്റെ നെറ്റിയിൽ വെച്ചുകൊണ്ടാണ് അവൻ അന്ത്യനാളിൽ ഹാജരാക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രവുമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, മൻ തഫല തിജാഹൽ ഖിബില, ആരെങ്കിലും ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ ജാ യൗമൽ ഖിയാമത്തി തഫ്ലുഹു ബൈന ഐനൈഹി, അവന്റെ 2 കണ്ണുകൾക്കുമിടയിൽ ആ തുപ്പല് മുഴുവൻ വെച്ചുകൊണ്ട് മാലോകർക്ക് മുന്നിൽ വഷളായിക്കൊണ്ടാണ് അവൻ ഹാജരാക്കപ്പെടുക. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതനായ സലീമുല്ലാ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇത് പൊതുവായും പ്രത്യേകം ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിലാണെങ്കിലും പൊതുവായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വെറുതെ നടന്നു പോകുകയാണെങ്കിലും ഖിബിലയുടെ ഭാഗം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തുപ്പാതെ ഒന്ന് ചെരിഞ്ഞ് മറ്റു ഇതര ഭാഗങ്ങളിലേക്ക് തുപ്പൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കും. സഹോദരങ്ങളെ, ഒന്നിലധികം ഭാര്യമാരുള്ളവർ അവർക്കിടയിൽ അനീതി കാണിക്കുക എന്നതിനെ ഇസ്ലാം ഗൗരവത്തോടെ കാണുകയും അന്ത്യനാളിൽ ഇവൻ അനീതി കാണിച്ചവനാണ്, ഭാര്യമാർക്കിടയിൽ അനീതി കാണിച്ചവനാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വഷളാക്കപ്പെട്ടവനായി അവൻ പരലോകത്ത് വരുമെന്നാണ്. ഒരു ഹദീസിൽ കാണാം, ഇദാ കാനത് ഇൻദ റജുലി ഇംറഅതാനി, ഏതെങ്കിലും ഒരു പുരുഷന്റെ അരികിൽ 2 ഭാര്യമാരുണ്ടാവുകയും ഫലം യഅദിൽ ബൈനഹുമാ, 2 പേർക്കിടയിൽ അവൻ നീതി കാണിക്കാതിരിക്കുകയും ചെയ്താൽ ജാ യൗമൽ ഖിയാമത്തി വശിഖഹു സാഖിതുൻ, അവൻ അന്ത്യനാളിൽ വരിക ഒരു ഭാഗം തന്നെ ചാടിപ്പോയവനെ പോലെയാണ്, തളർന്നു പോയവനെ പോലെയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാനത് ലഹു ഇംറഅതാനി ഫമാല ഇലാ ഇഹ്ദാഹുമാ ജാ യൗമൽ ഖിയാമത്തി വശിഖഹു മാഇൽ, 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയിലേക്ക് കൂടുതൽ ചായ്ഞ്ഞുകൊണ്ട് ജീവിച്ചാൽ അവൻ അന്ത്യനാളിൽ വരുന്നത് ഒരു ഭാഗം ചായ്ഞ്ഞു പോയവനെ പോലെയായിരിക്കും.
എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെയ്തതിന്റെ ഫലം അവിടുന്ന് അല്ലങ്ങനെ മറ്റുള്ളവർക്ക് അവനെ വഷളാക്കി കാണിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന ആളുകൾ അവർ ഒരുപാട് പ്രയാസങ്ങൾ അന്ത്യനാളിൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. മറ്റുള്ളവന്റെ സമ്പത്ത് എടുത്തവൻ, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവൻ, അവനെ ശാരീരികമായി ഉപദ്രവിച്ചവൻ, അത്തരത്തിലുള്ള ആളുകളോടൊക്കെ അവരുടെ നന്മകൾ എടുത്തു കൊടുക്കാൻ പറയുന്ന അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ പറയുകയാണ്, ലാ അലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമാ ബീള. തിഹാമ പർവ്വതത്തോളം നന്മ ചെയ്തിട്ട് അന്ത്യനാളിൽ അവയെല്ലാം ധൂളികളാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നിന്ദ്യരാകുന്ന വഷളാകുന്ന ഒരു വിഭാഗത്തെ എനിക്കറിയും. സ്വഹാബികൾ ചോദിച്ചു, സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ് അല്ലാ നകൂന മിൻഹും. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുകൊണ്ട പ്രവാചകരെ. പ്രവാചകൻ പറഞ്ഞത് എന്താ? നിങ്ങളെ പോലെ നിസ്കരിക്കും, നിങ്ങളെ പോലെ നോമ്പെടുക്കും. വഇൻ ഖലൗ, അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അവർ അല്ലാഹു പവിത്രമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ചെയ്യുമായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ വഷളാക്കപ്പെടും എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. പ്രവാചകൻ പറഞ്ഞ 4 തിന്മകളുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പെട്ടെന്നൊന്നും സമൂഹത്തിൽ നിന്ന് എടുത്തു പോകൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മുന്നറിയിപ്പ് നൽകിയ തിന്മകളാണ്. അവിടുന്ന് പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി, 4 തിന്മകൾ എന്റെ ഉമ്മത്തിലുണ്ട്. മിൻ അംരിൽ ജാഹിലിയ, അത് ജാഹിലിയ കാലത്തുള്ള തിന്മകളാണ്. ജാഹിലിയ കാലത്തുള്ള തിന്മകൾ, 4 തിന്മകൾ ഇന്നും എന്റെ ഈ ഉമ്മത്തിലുണ്ട്. ലാ യത്റകൂനഹുന്ന, ആളുകൾ അധികമൊന്നും അത് ഉപേക്ഷിക്കുകയില്ല. എന്താ സഹോദരങ്ങളെ പ്രവാചകന്റെ അധ്യാപനം നോക്കി നിങ്ങൾ. 4 തിന്മണ്ട്. പണ്ടേ ഉള്ള തിന്മയാണ്. ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന വൃത്തികേടാണ്. ഇന്നും സമൂഹത്തിലുണ്ട്, എന്നും സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു ഓരോന്നും. അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, അത് സ്വന്തം തറവാടിന്റെ മഹിമ പറഞ്ഞ് അഹങ്കരിക്കലാണ്. കുടുംബ പേരൊക്കെ പറഞ്ഞ് മഹിമ പറയാ, തന്റെ തറവാടിന്റെ പേര് പറഞ്ഞ് ഗർവ് നടിക്കുക എന്നത്, പെരുപ്പം പറയുക എന്നത് ജാഹിലിയ കാലത്തുള്ളതും എന്നൊന്നും നിലനിൽക്കുന്നതും ഉപേക്ഷിക്കാൻ പ്രയാസവുമുള്ളതുമായ ഒരു തിന്മയാണ്. ചില കുടുംബ പേരുകൾ പറഞ്ഞുകൊണ്ട് കുത്തി പറയുക, അല്ലെ? ചില ചീത്ത പേരൊക്കെ ഉണ്ടാവും. ആ പേരൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെ കുത്തി പറയുക എന്നത്, തറവാടിനെ കുത്തിപ്പറയാ എന്നത് ജാഹിലിയത്തിലെ തിന്മയാണ്. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, നക്ഷത്രങ്ങളെ കൊണ്ട് മഴ കിട്ടി എന്ന് പറയൽ. ഇന്ന രാശി നോക്കി ഇങ്ങനെ ആയതുകൊണ്ട് മഴ കിട്ടി എന്ന് പറയാ. മറിച്ച് പറയേണ്ടത് എന്താ? മുത്തിർന ബിഫദ്ലില്ല, അള്ളാന്റെ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് മഴ കിട്ടി എന്ന് പറയുന്നതിനു പകരം വേറെന്തിലേക്കിലൊക്കെ ചേർത്തിക്കൊണ്ട് മഴ ലഭിച്ചു എന്ന് പറയൽ യഥാർത്ഥത്തിൽ ജാഹിലിയത്തിലെ തിന്മയായി പഠിപ്പിക്കുകയാണ്. 4ാമത്തേതാണ് നമ്മുടെ വിഷയം. റസൂലുള്ളാഹി പറഞ്ഞു, അന്നായിഹത്തു, 4ാമത്തേത് മരിച്ച വീട്ടിൽ ഒച്ചയുണ്ടാക്കി മുറവിളി കൂട്ടി പോക്കറ്റ് വലിച്ചു കീറി മാറത്തടിച്ച് മുടിയഴിച്ചിട്ട് എനിക്കിനി ആരാണോ എന്നൊക്കെ ചോദിച്ച് വിലപിച്ച് കരയുന്നവൾ. അവിടെ പറഞ്ഞപ്പോ വൾ എന്നാ പറഞ്ഞത്. കാരണം സ്ത്രീകളിലാണ് അത്തരം അക്ഷമ കൂടുതൽ ഉണ്ടാവുക. പക്ഷേ ആർക്കും ഇത് ബാധകമാണ്, ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, തുഖാമു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർ ഹാജരാക്കപ്പെടുക. വഅലൈഹാ സിർബാലും മിൻ ഖതിറാൻ വദിർഉം മിൻ ജറബ്, ധരിച്ചാൽ ചൊറി തോന്നുന്ന ഒരു അങ്കിയും അതുപോലെ തന്നെ ടാറുപോലെ ചൂടുള്ള ഉരുകി നിൽക്കുന്ന ഒരു വസ്ത്രവുമായിട്ടാണ് അവൾ ഹാജരാക്കപ്പെടുക. അവൾ ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ ടാറുപോലെ ഉരുകിയൊരു വസ്തു, ശരീരത്തിലേക്ക് ഒലിച്ചതുപോലെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വസ്ത്രവും അതോടൊപ്പം ധരിച്ചാൽ ചൊറി അനുഭവപ്പെടുന്ന ഒരു മേലങ്കിയും ധരിച്ചുകൊണ്ടാണ് അവൾ ഹാജരാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അന്ത്യനാളിൽ വഷളാകുന്ന ധാരാളം വിഭാഗങ്ങൾ ഉണ്ട് എന്നും അതിൽപ്പെട്ട വിഭാഗങ്ങളാണ് ഈ പറഞ്ഞത് എന്നൊക്കെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി
മനസ്സിലാക്കിയത്. അതോടൊപ്പം നമ്മൾ അറിയേണ്ടത് ഇത്തരം പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ എല്ലാ ആളുകളും തിന്മകളുടെ കാരണം കൊണ്ട് അനുഭവിക്കുമ്പോഴും അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ സന്തോഷം ലഭിക്കുന്ന ആളുകളെ ചുട്ടുപൊള്ളുന്ന ആ മഹിഷറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത്, സൂര്യൻ 1 മൈൽ മുകളിൽ വന്നു നിൽക്കുന്ന ആ സമയത്ത് അള്ളാഹു പ്രത്യേകം തണല് നൽകി അനുഗ്രഹിക്കുന്ന 9 വിഭാഗങ്ങളെ, 7 വിഭാഗങ്ങളെ ഒരു ഹദീസിലും 2 വിഭാഗങ്ങളെ പുറത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ നമുക്കറിയാവുന്നതാണ് സബ്അത്തുൻ, 7 വിഭാഗം. യുളില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ആ അന്ത്യനാളിൽ മഹ്ശറിൽ അല്ലാഹു തണൽ നൽകി അനുഗ്രഹിക്കുന്ന 7 വിഭാഗമുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ച ഒന്നാമത്തേത് എന്താ? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. സുഹൃത്തുക്കളെ, ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ അറിയോ? അതൊരു രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമല്ല ഉൾപ്പെടുക. എന്തൊരു ചെറിയ അധികാരമുള്ള ആളും തന്റെ അധികാരത്തിന് കീഴിലുള്ളവരോട് നീതി കാണിച്ചാൽ അവർക്ക് അർശിന്റെ തണലുണ്ട് എന്നാണ്. നീതി കാണിച്ചില്ലെങ്കിൽ അതിന്റെ ദുരന്തവും അവർ അനുഭവിക്കേണ്ടി വരും. 3 മക്കളുള്ള ഒരു പിതാവ്, 4 മക്കളുള്ള ഒരു ഉമ്മ തന്റെ മക്കൾക്കിടയിൽ നീതി കാണിച്ചാൽ അവരും ഈ ഹദീസിന്റെ പരിധിയിൽ പെടും. ആര്? ഇമാമുൻ ആദിൽ എന്നതിൽ. അതല്ലാതെ ഏതെങ്കിലും ഇസ്ലാമിക ഭരണാധികാരികൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണം കിട്ടിയ ആളുകൾ മാത്രമല്ല ഇമാമുൻ ആദിൽ എന്നതിൽ ഉൾപ്പെടുക. എന്തൊരു ഉത്തരവാദിത്വം കിട്ടിയാലും തന്റെ കീഴിൽ ഒരു ക്ലാസിന്റെ ലീഡർ ആയാൽ, ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയാൽ, ഒരു കച്ചവടത്തിന്റെ മേലുദ്യോഗസ്ഥനായാൽ, ഒരു ബിസിനസിന്റെ മാനേജർ ആയാൽ, തന്റെ കീഴിലുള്ള ആളുകൾക്കിടയിൽ നീതി കാണിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നു മാത്രമല്ല അവർക്ക് പ്രത്യേകം തണലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി റസൂൽ പറഞ്ഞത് എന്താ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന യുവാവ്. സുഹൃത്തുക്കൾ, അത്തരം യുവാക്കളിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ യുവത്വം നിസ്കാരവുമായി, ഇബാദത്തുമായി, ഖുർആൻ പാരായണവുമായി, ഇത്തരം വൈജ്ഞാനിക സദസ്സുകളുമായി, ദഅവാ പ്രവർത്തനങ്ങളുമായി ചെലവഴിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വളർന്നു വരുന്ന ആൾക്ക് അള്ളാഹു പ്രത്യേകം തണല് നൽകി അനുഗ്രഹിക്കുമെന്നാണ് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത വഹി അനുസരിച്ച് മാത്രം ദീൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. ഞാൻ ഒന്നും കൂടുതൽ വിശദീകരിക്കാതെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. സുഹൃത്തുക്കളെ, മൂന്നാമത്തത് നോക്കൂ നിങ്ങൾ. പ്രവാചകൻ പറയാണ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ചവൻ. എപ്പോഴും പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നവൻ എന്നല്ല അതിന്റെ അർത്ഥമെന്നും, അവൻ പള്ളിയിൽ ഇല്ലാത്ത സമയത്ത് പോലും അവന്റെ മനസ്സിൽ പള്ളിയുമായി ബന്ധമുണ്ടാകുമെന്നും, ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകണമല്ലോ എന്ന ചിന്ത അവനുണ്ടാകുമെന്നുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മുഹദ്ദിസുകൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നവൻ എന്നല്ല, പക്ഷെ പള്ളിയിൽ പോകേണ്ട സമയത്തൊക്കെ പള്ളിയിൽ പോകണം എന്ന ചിന്തയുള്ളവൻ, ബാങ്ക് വിളിച്ചാൽ തന്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് പള്ളിയിലേക്ക് കുതിച്ചെത്തുന്നവൻ, അങ്ങനെ പള്ളിയുമായി ബന്ധിക്കപ്പെട്ട ഹൃദയമുള്ളവൻ. ശരീരം പള്ളിയുമായി ബന്ധിച്ചവൻ എന്നല്ല, മറിച്ച് ഹൃദയം പള്ളിയുമായി ബന്ധിച്ചവൻ, അവന് പ്രത്യേകം തണലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു വിഭാഗം എന്താ? റസൂലുള്ളാഹി പറയാണ്, വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ, ഇജ്തമാ അലൈഹി, ആ സ്നേഹത്തിൽ തന്നെ അവർ ഒരുമിച്ച് കൂടുന്നു, വതഫറഖ അലൈഹി, അങ്ങനെ തന്നെ മരിച്ചു പിരിയുന്നു. 2 ആളുകൾ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ചു പോകുന്നവർ. അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹിന്റെ പേരിൽ പിരിഞ്ഞു പോവുകയും ചെയ്ത 2 ആളുകൾ എന്നർത്ഥം പറയാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ പിരിഞ്ഞു പോയാൽ ഒരാൾക്ക് കിട്ടൂല. തെറ്റിയത് എന്തിനാ? അള്ളാഹുവിന്റെ വിഷയം ഓർത്തിട്ടാണ് തെറ്റിപ്പോയതെങ്കിൽ ഒരാൾക്കേ കിട്ടുള്ളൂ. മനസ്സിലാണ്ടോ പറയണത്? അപ്പോ അങ്ങനെയല്ല അതിന്റെ അർത്ഥം, മറിച്ച് അങ്ങനെ തന്നെ പിരിഞ്ഞുപോയ മരിച്ചുപോയ ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. സുഹൃത്തുക്കളെ, അത് വേറെയും ഹദീസുകളിൽ വിശദമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ അബൂ ഇദീസ് അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമസ്കരിക്കാൻ ചെന്ന സമയത്ത് കുറെ ആളുകൾ ഒരു പണ്ഡിതന്റെ ചുറ്റുമിരുന്ന് പലതും ചോദിച്ചറിയുന്നത് അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതാരാ
ആരാണ് എന്ന് ചോദിച്ചറിഞ്ഞു. അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്, സ്വഹാബിയാണ് അത് എന്ന് മനസ്സിലായി. നീണ്ട താടിയും തിളങ്ങുന്ന പല്ലുകളും കൊണ്ട് അദ്ദേഹം അറിയപ്പെടുമായിരുന്നു എന്നാണ്. തിളങ്ങുന്ന പല്ലുകളും നീണ്ട താടിയുമുള്ള ഒരു പണ്ഡിതൻ. ആളുകൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് കൗതുകം തോന്നി. താബിയായ അബൂ ഇദ്രീസ് അൽ ഖൗലാനിക്ക് പിറ്റേന്ന് ളുഹുറിനും കുറെ മുമ്പ് ളുഹാ സമയത്ത് തന്നെ പള്ളിയിൽ വന്നു. അപ്പോഴും അതേ പള്ളിയിൽ ഇദ്ദേഹം ഇരിക്കുന്നത് കണ്ടു. അങ്ങോട്ട് ചെന്നു, സലാം പറഞ്ഞു, സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, അബൂ ഇദ്രീസ് അൽ ഖൗലാനി, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഇന്നലെ ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോ, ആളുകളുടെ സംശയം തീർക്കുന്നത് കണ്ടപ്പോ എനിക്ക് നിങ്ങളെ വല്ലാത്തൊരു ഇഷ്ടായി എന്ന് പറഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണോ, ആത്മാർത്ഥമായിട്ട് തന്നെയാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത്? അതേ എന്ന് പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ശിർ, എന്ന സന്തോഷിച്ചോ, ലിഅന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹ് പറഞ്ഞതായി. എന്താ അല്ലാഹ് പറഞ്ഞത്? വജബതു മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയാ, എന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാന്റെ ഇഷ്ടം കിട്ടണ ഏറ്റവും നല്ലൊരു പണിയിലാണ് സഹോദരങ്ങളെ നമ്മളുള്ളത്. നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടം എന്താ? ഇതില് രക്തബന്ധമുള്ള ആളുകളും കുടുംബ ബന്ധമുള്ള ആളുകളും, എന്നോട് കുടുംബ ബന്ധമോ രക്തബന്ധമുള്ള എന്റെ അറിവിലുള്ള ആരുമില്ല ഈ കൂട്ടത്തിൽ. പക്ഷെ നമുക്കിടയിലെ സ്നേഹം എന്താണ്? ദീനിന്റെ പേരിലുള്ള സ്നേഹമാണ്. അത് റബ്ബിന്റെ സ്നേഹം കിട്ടാനും അന്ത്യനാളിൽ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടാകും. അതെ, തണൽ കൊണ്ട്, അർശിന്റെ തണൽ കൊണ്ട് മഹ്ശറിൽ സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വൽ മുതജാലി, എന്റെ മാർഗത്തിൽ ഒന്നിച്ചിരിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു ഇരുത്താണ് സഹോദരങ്ങളെ. അള്ളാഹു ആ നിലക്ക് തന്നെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു മനസ്സറിഞ്ഞ പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകണം. നോക്കൂ, റസൂലുള്ളാഹ് അള്ളാഹ് പറഞ്ഞതായി മൂന്നാമതായി പഠിപ്പിച്ചത്, വൽ മുതസാവിരീന ഫിയാ, എന്റെ മാർഗത്തിൽ സന്ദർശിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടേ നമ്മൾ സന്ദർശിച്ച് ഒരു ലഘുലേഖ കൈമാറിയാൽ അവർ വന്നാലും വന്നില്ലെങ്കിലും സന്ദർശിച്ചതിനുള്ള കൂലി, റബ്ബിന്റെ സ്നേഹമെന്ന ഇഷ്ടമെന്ന മഹത്തായ പ്രതിഫലം, അങ്ങനെ റബ്ബിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന സന്തോഷകരമായ അവസ്ഥ സഹോദരങ്ങളെ നമുക്കുണ്ടാകും. നാലാമതായി ഹദീസിൽ പറഞ്ഞത്, വൽ മുത്തബാദിലീന ഫിയ, എന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ എന്നാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സംവിധാനം, ഒരു പള്ളി എന്ന രീതിയിലേക്ക് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനസ്സറിഞ്ഞ പ്രാർത്ഥനയും വേണം. അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ടിറങ്ങുമ്പോൾ ഒരു തുടക്കക്കാരുടെ മഹത്തായ പ്രതിഫലം കിട്ടുന്ന ഒരു നല്ല ഒരു വിഹിതം നമ്മുടെ വകയായി നൽകാനുള്ള ഒരു മനസ്സും നമ്മൾ കാണിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന മറ്റൊരു വിഭാഗം ആരാണ്? ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെ അള്ളാഹു കാണുമല്ലോ എന്നോർത്ത് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞു, ഭംഗിയുള്ള, സൗകര്യമുള്ള, സ്ഥാനമാനമുള്ള ഒരു പെണ്ണ് തന്റെ ആവശ്യത്തിനു വേണ്ടി അവനെ ക്ഷണിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, ഇന്നി യഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്, ഈ തിന്മക്ക് ഞാനില്ല, എന്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നവൻ, അവന് അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മറ്റു ആ ഹദീസിന്റെ തന്നെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാം, വേറൊരാളുണ്ട്, അയാൾ ദാനം ചെയ്യുന്നു, അത് മറച്ചു വെക്കുന്നു, അവന്റെ വലത് ചെലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായ നിലയിൽ ദാനം ചെയ്യുന്ന ആളുകൾ. ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും കൊടുക്കണം. രഹസ്യമായും പരസ്യമായും കൊടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. ചിലപ്പോ രഹസ്യമായി കൊടുക്കുന്നതിലേറെ പരസ്യമായി കൊടുക്കുന്ന ദാനം ഗുണം ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും. കാരണം കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് വിചാരിക്കുന്ന ഒരാള് പരസ്യമായിട്ട് ഒരാൾ കൊടുക്കാൻ തയ്യാറാകുന്നത് കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും കൊടുക്കട്ടെ, എനിക്കും വേണം പ്രതിഫലം എന്ന മനസ്സോടെ അതിന്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ദാനധർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോ സിർറൻ വ അലാനിയ,
രഹസ്യമായും പരസ്യമായും എന്ന് പറഞ്ഞു. എങ്കിലും രഹസ്യമായി കൊടുക്കുന്ന ചില ദാനധർമ്മങ്ങളെങ്കിലും നമുക്കുണ്ടാകണം. ആരും അറിയാത്ത, ഭാര്യ അറിയാത്ത, മക്കളറിയാത്ത, എന്റെ റബ്ബ് മാത്രം അറിയുന്ന, എനിക്ക് പ്രതിഫലം കിട്ടണം, അർശിന്റെ തണൽ കിട്ടണം എന്ന ആഗ്രഹത്തോടെ എന്റെ വലത് ചെയ്യുന്നത് ഇടതറിയാത്ത വിധം രഹസ്യമാക്കുന്ന ദാനധർമ്മം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായും അർശിന്റെ തണല് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരിൽ ഞാൻ ഉണ്ടാകുമെന്നാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള മറ്റൊരു കാര്യം, അർശിന്റെ തണൽ കിട്ടുന്ന മറ്റൊരു വിഭാഗമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന ആളുകൾ. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാ, അവൻ ഒഴിഞ്ഞിരുന്ന് റബ്ബിനെ ഓർത്ത് കരയുകയാണ്, അവന്റെ കണ്ണുനീർ പൊഴിക്കുകയാണ്. അള്ളാഹു കാണുന്നുണ്ടല്ലോ, നരകമുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ, ഖബറിൽ പോയി കിടക്കണമല്ലോ, ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഹറാമ് കണ്ടിട്ടുണ്ടല്ലോ, റബ്ബേ പൊറുത്തു തരണേ എന്ന മനസ്സോടെ ഒഴിഞ്ഞിരുന്ന് കരയുന്നവൻ, അവൻ അള്ളാഹു പ്രത്യേകം തണല് നൽകി അനുഗ്രഹിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രവുമല്ല, അള്ളാഹിനെ ഓർത്ത് കരയുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരാള് റബ്ബിനെ ഓർത്ത് കരയുന്നുവെങ്കിൽ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തന്നെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്ക് കടം കൊടുത്ത വ്യക്തി അവധി നീട്ടിക്കൊടുത്താൽ അവർക്ക് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അന്ത്യനാളിൽ അർശിന്റെ തണല് നൽകി അവരെ അനുഗ്രഹിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, കടം ഒഴിവാക്കി കൊടുക്കുന്നവർക്ക് പ്രത്യേകം അനുഗ്രഹമായി തണലുകൊണ്ട് അല്ലാഹു അവനെ അനുഗ്രഹിക്കും എന്നാണ്. അപ്പൊ കടം ഒഴിവാക്കി കൊടുക്കുക, കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്ന ആൾക്ക് 4 മാസം കൊണ്ട് തരണമെന്ന് പറഞ്ഞത് ഒരു 3 മാസം ആകുമ്പോ അടുത്ത മാസമാണ് ഈ തരേണ്ടത്, ഞാനൊരു 3 മാസം കൂടി നീട്ടിത്തരാ എന്ന് പറയാന്ന് പറഞ്ഞ സഹോദരങ്ങളെ ചില്ലറ കാര്യമല്ല. അത് അള്ളാഹു പ്രത്യേകം തണല് നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അന്ത്യനാളിൽ വലിയ സമാധാനവും സംതൃപ്തിയും നൽകുന്ന മറ്റൊരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദേഷ്യം ഒതുക്കി നിർത്തുക. റസൂലുള്ളാഹി പറയാണ്, മൻ കല്ലമ ഗൈലൻ വഹുവ യസ്തതിഉ അൻ യൻഫുദഹു, ആരെങ്കിലും കോപം വരുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് അതിനെ അടക്കി പിടിച്ചാൽ വഹുവ യസ്തതിഉ അൻ യൻഫുദഹു, നടപ്പിലാക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിട്ടും തന്റെ മുന്നിലുള്ളത് എന്റെ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റുന്ന, തിരിച്ചൊന്നും ചെയ്യാത്ത, എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ ആളാണ്, എന്നാലും ഞാൻ എന്റെ ദേഷ്യം പിടിച്ചു നിർത്തുകയാണെങ്കിൽ ദഅഹുല്ലാഹു യൗമൽ ഖിയാമ അലാ റൂസിൽ ഖലായികി ഹത്താ യുഖയ്യിറുഹു ഫി അയ്യിൽ ഹൂരി ശാഅ, അന്ത്യനാളിൽ അവനെ പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹു പ്രത്യേകം സ്വർഗ്ഗ സ്ത്രീകളെ അവർക്ക് നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ അറിയോ? സ്വർഗ്ഗം കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽദറാ, സന്തോഷ സന്ദർഭങ്ങളിലും പ്രയാസ സന്ദർഭങ്ങളിലും ദാനം ചെയ്യുന്നവരാണവർ, ദേഷ്യം ഒതുക്കി വെക്കുന്നവരാണവർ, കോപം പിടിച്ചു നിർത്തുന്നവരാണവർ, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണവർ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെ നന്മ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. സുഹൃത്തുക്കളെ, കോപം പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാല് അതൊക്കെ വലിയ സംഭവമാണ്. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, ലൈസ ശദീദു ബിസുർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, മൽപിടുത്തത്തിൽ എതിരാളിയെ മറിച്ചിടുന്നവനല്ല ശക്തൻ, ദേഷ്യം വരുമ്പോ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നവനാണ് ശക്തൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, അന്ത്യനാളിൽ പ്രവാചകനോട് ഏറ്റവും അടുപ്പം ലഭിച്ചിട്ട് സന്തോഷിക്കുന്ന വിഭാഗം ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഏറ്റവും അധികം സ്വലാത്തിന് ചോദിക്കുന്ന ആളുകൾക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണല്ലോ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയാ. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു പ്രവാചകന് ഗുണം ചെയ്യുകയാണ്,
മലക്കുകൾ പ്രവാചകന് ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന് ഗുണം കിട്ടാൻ അവർ പ്രവാചകന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ സലാമിനെ ചോദിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ, എന്റെ പേരിൽ ഒരാൾ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശ്റ, അവന്റെ മേൽ അല്ലാഹു 10 ഗുണം പ്രദാനം ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മഹ്ശറിൽ വന്നു നിൽക്കുന്ന സമയത്ത് എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ, എന്റെ അടുത്ത് ഏറ്റവും ആദ്യം എത്തുന്നവർ, അക്സറുഹും അലൈഹി സ്വലാത്ത, എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ഇബ്രാഹിമി സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്താണ് ഏറ്റവും പൂർണ്ണമായ രൂപം. ഏറ്റവും ചുരുങ്ങിയ രൂപം അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഏറ്റവും മിനിമം പറയാവുന്നത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ പേര് കേൾക്കുമ്പോൾ അത് മുഴുവനായും ചൊല്ലാൻ കഴിയില്ല, കാരണം ഇങ്ങനെ അടുത്തത് ഇങ്ങനെ കേട്ടുപോകുക. അപ്പൊ നമുക്ക് മിനിമം പറയാൻ പറ്റുന്ന വാചകമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറയാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്തിനെ ചോദിക്കുന്നവരാണ്, അന്ത്യനാളിൽ എന്റെ മേൽ എന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്നവർ എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, മൻ തറക്കൽ ലിബാസ തവാദുഅൻ ലില്ലാഹി വഹുവ യഖ്ദിറു അലൈഹി ദഅാഹു അല്ലാഹു യൗമൽ ഖിയാമ, ഒരാള് അഹങ്കാരത്തിന്റെ വസ്ത്രം മാറ്റിയിട്ട് തവാദുഇന്റെ വിനയത്തിന്റെ വസ്ത്രം ധരിക്കാൻ ഇഹലോകത്ത് തയ്യാറായാൽ പരലോകത്ത് അവരിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അള്ളാഹു അവസരം കൊടുക്കും. അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇവിടുന്ന് എത്ര കണ്ട് നമ്മൾ നന്നാകുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെയായിരിക്കും പരലോകത്ത് നമ്മൾ ഉണ്ടാകുക. സുഹൃത്തുക്കളെ, ഒരു ഹദീസിൽ കാണാം, ഇന്ന മിൻ ഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ, വഅഖറബിക്കും മിന്നി മജ്ലിസ, എന്റെ അടുക്കൽ ഏറ്റവും അടുത്ത് സ്ഥാനം ലഭിക്കുന്നവർ, യൗമൽ ഖിയാമ, അന്ത്യനാളിലെ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ളവർ, എന്റെ ഏറ്റവും അടുത്ത് സ്ഥാനം കിട്ടുന്നവർ, അഹാസിനകും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും, സൽസ്വഭാവികളായിരിക്കും അന്ത്യനാളിൽ എന്റെ അടുത്ത് വന്ന് സന്തോഷിക്കുന്നവർ എന്നാണ്. അതിന്റെ തുടർച്ചയായി നമുക്ക് കാണാം, വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ വഅബ്അദികും മിന്നി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും ദൂരെയുള്ളവർ, എനിക്ക് ഏറ്റവും കോപമുള്ളവർ, വായാടികളായ, നാക്ക് നീട്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും. വെറുതെ സംസാരിക്കുക, ആ സംസാരം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രല്ല, എല്ലാ ദോഷവും കടന്നു വരും. കളവ് കടന്നു വരും, ഊഹം കടന്നു വരും, ഗീബത്ത് കടന്നു വരും, നമീമത്ത് കടന്നു വരും. അങ്ങനെ സംസാരിക്കുന്ന ആളുകളായിരിക്കും എന്നിൽ നിന്ന് ഏറ്റവും അകലെയുള്ളവരും എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവരും അന്ത്യനാളിൽ അവരായിരിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിന്റെ വിഷയത്തിൽ അന്ത്യനാളിൽ സന്തോഷിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അതിലൊരു വിഭാഗം ഖുർആൻ പാരായണം ചെയ്ത ആളുകളാണ്. ഖുർആൻ പാരായണം ചെയ്ത ആൾക്ക് വളരെ സന്തോഷകരമായ അവസ്ഥയായിരിക്കും അന്ത്യനാളിൽ ഉണ്ടാകുക. രണ്ടാമത്തേത്, ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കളുടെ മാതാപിതാക്കൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കളുടെ മാതാപിതാക്കൾ. നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളുകളാക്കാൻ അള്ളാഹു നമുക്ക് സന്മനസ്സും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ പറയാണ്, ഏതെങ്കിലും ഒരാള് ഖുർആനിൽ നിന്ന് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എങ്കിൽ അൽബസ വാലിദാഹു യൗമൽ ഖിയാമ താജം മിൻ നൂർ, അള്ളാഹു അവന്റെ മാതാപിതാക്കൾക്ക് പ്രകാശം കൊണ്ടുള്ള കിരീടം ധരിപ്പിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ത്യനാളിൽ ഖബർ പിളർത്തി മഹ്ശറിലേക്ക് വരുന്ന സമയത്ത് ഖുർആൻ പഠിച്ച ആളുകൾക്ക് ഒപ്പം സന്തോഷിപ്പിക്കാൻ കൂടെ ആളുകൾ ഉണ്ടാകും എന്നും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറയാണ്, യജീഉ സ്വാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ ഫയഖൂലു യാ റബ്ബി ഹല്ലിഹി ഫയുൽബസ താജുൽ കറാമ,
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാണ്, അന്ത്യനാളിൽ ഖുർആനിന്റെ അനുയായി വരും. അവൻ പറയും, രക്ഷിതാവേ, ഖുർആൻ പറയും, അയാളെ ഉടയാട അണിയിപ്പിക്കൂ, എന്നെ പഠിച്ചവനാണ്, അവന് വസ്ത്രം കൊടുക്കൂ, അപ്പോൾ നല്ല വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനുമായി ബന്ധപ്പെട്ട് ധാരാളമുണ്ട്, അതൊന്നും വിശദമായി ഞാൻ പറയണില്ല സഹോദരങ്ങളെ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് അന്യരുടെ കുറവുകൾ മറച്ചു വെച്ചു. എനിക്കറിയും അവനെ കുറിച്ച് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പക്ഷേ ഞാനത് മറച്ചു വെച്ചാൽ അന്ത്യനാളിൽ എന്നെ വഷളാക്കാതെ എന്റെ കുറവുകളും ന്യൂനതകളും ആരും അറിയാതെ മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ കാണാം, വമൻ സതറ മുസ്ലിമാ, ഒരു മുസ്ലിമിന്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അവന്റെ കുറവുകൾ അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബത്തൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ട് മാറ്റി കൊടുത്താൽ, അത് ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടാകും, ചിലപ്പോൾ ശാരീരികമായ ഒരു പിന്തുണ കൊടുത്തതാകും, ചിലപ്പോൾ മാനസികമായ ഒരു കരുത്ത് പകർന്നതാകും, ചിലപ്പോൾ അവൻ പറഞ്ഞതൊന്ന് കേട്ടുകൊടുത്തതാകും. അതിന് വലിയൊരു ആശ്വാസമാണ് അല്ലെ. അവൻ എന്തോ ഒരു വിഷമുണ്ട്, അത് പറഞ്ഞപ്പോ ഒന്ന് കേട്ടുകൊടുത്തു, അങ്ങനെ ചെറിയൊരു ആശ്വാസം കൊടുത്താൽ ഫറജല്ലാഹു അൻഹു ബിഹാ കുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള പ്രയാസം അവൻ അല്ലാഹു മാറ്റി കൊടുക്കുന്നതാണ്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു വുളു എടുക്കുന്ന ആളുകൾക്ക് അവന്റെ വുളുവിന്റെ അടയാളങ്ങൾ ഇങ്ങനെ കാണുമാറ് ഉർറൻ മുഹജ്ജലീൻ, വ്യക്തമായി ഇങ്ങനെ കാണുന്ന രൂപത്തിലായിരിക്കും ഇവര് വുളു എടുത്ത് നിസ്കരിച്ച നല്ല മനുഷ്യന്മാരാണ് എന്ന് മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന രൂപത്തിലായിരിക്കും ഹാജരാവുക എന്നാണ്. ബാങ്ക് വിളിക്കുന്ന ആളുകളായിരിക്കും അന്ത്യനാളിൽ ഏറ്റവും സന്തോഷമുള്ളവർ എന്ന് ഹദീസിൽ നമുക്ക് കാണാം. മുഅദ്ദിനുകൾ, ബാങ്ക് വിളിക്കുന്ന ആളുകൾ, ആത്മാർത്ഥമായിട്ട് പടച്ചോന്റെ മാർഗത്തിലേക്ക്, അവന്റെ പള്ളിയിലേക്ക്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്നത് ഒരു ആത്മാർത്ഥമായ ഇബാദത്തായി കണ്ട് ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് അന്ത്യനാളിൽ സന്തോഷകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗമൊന്നും കൂടുതൽ വിശദീകരിക്കല്ല. അങ്ങനെ മഹ്ശറിൽ വഷളാകുന്നവരും ഉണ്ടാകും, സന്തോഷിക്കുന്നവരും ഉണ്ടാകും. അതിനിടയിൽ അവർക്ക് വേണ്ടി ശുപാർശ പറയുക എന്ന, ശഫാഅത്ത് ലഭിക്കുക എന്ന അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി ആവശ്യപ്പെടുന്നതിനാണ് ഇസ്ലാമിക ഭാഷയിൽ ശഫാഅത്ത് എന്ന് പറയുക. ഖുർആൻ പറയുന്നുണ്ട്, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ അദ്ൽ വലാ തൻഫഉഹാ ശഫാഅ വലാ ഹും യുൻസറൂൻ. നിങ്ങൾ ഒരു ദിവസത്തെ ഭയപ്പെട്ടോളിൻ, ആരും ശുപാർശ പറയുകയില്ല, ആരും ഒന്നും പകരം കൊടുത്ത് പ്രായശ്ചിത്തം നൽകി രക്ഷപ്പെടാൻ കഴിയുകയുമില്ല. അപ്പൊ പൊതുവായിട്ട് പറയാനുള്ളത് ശഫാഅത്ത് ലഭിക്കൂല എന്നാണ്. പൊതു നിയമം എന്താണ്? ശഫാഅത്ത് ലഭിക്കൂല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു അനുവാദം നൽകുന്ന ചിലർക്ക് വേണ്ടി മാത്രം ശുപാർശ പറയും. രണ്ട് കാര്യം, അള്ളാഹ് തൃപ്തിപ്പെട്ട ആളുകൾ മാത്രമേ ശുപാർശ പറയുള്ളൂ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ പറയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയും നമുക്ക് ശുപാർശ നൽകാനും ഇല്ല. അതുകൊണ്ട് ശഫാഅത്തിനെ ചോദിക്കേണ്ടതും അള്ളാഹിനോടാണ്. കാരണം ഈ മരിച്ചുപോയ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ അരികിൽ ശുപാർശ പറയാനാണ് എന്നാണ് മുശ്രിക്കുകൾ പറയുക, ശിർക്ക് ചെയ്തവർ പറയുക എന്ന് ഖുർആൻ പറയാം. അപ്പൊ അങ്ങനെ പറയൽ എന്താണ്? ശിർക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനു വേണ്ടി വിചാരണ എളുപ്പമാക്കാൻ പ്രത്യേകം ശുപാർശ പറയും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ശഫാഅത്തിന് ചോദിക്കും. ആദ്യം ആദം നബിയുടെ അരികിൽ ചെന്ന് ആദം നബി കൈവിട്ട് നൂഹ് നബിയുടെ അടുക്കലെത്തി, നൂഹ് നബി കൈവിട്ട് ഇബ്രാഹിം നബിയുടെ അടുക്കലെത്തി, ഇബ്രാഹിം നബി കൈവിട്ട് മൂസാ നബിയുടെ അരികിലെത്തി, മൂസാ നബി കൈവിട്ട് ഈസാ നബിയുടെ അരികിലെത്തി, ഈസാ നബി കൈവിട്ട് അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ആളുകൾ ചെല്ലുമെന്നും
മുഹമ്മദ് നബി സുജൂദിൽ കിടക്കുമെന്നും കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്നും തല ഉയർത്തൂ, ചോദിക്കേണ്ടത് ചോദിക്കൂ, ശുപാർശ പറയൂ, സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന സമയത്ത് ഈ ഉമ്മത്തിന് വേണ്ടി വേഗത്തിൽ വിചാരണക്ക് വിധേയരാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുമെന്നും അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കുമെന്നും സ്വഹീഹായ ഹദീസുകളിലൂടെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് അത് പാരായണം ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി ശുപാർശ പറയും എന്നാണ് പ്രവാചകൻ പറഞ്ഞു. ഫിൽ ഖുർആനി സൂറ, ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, 30 ആയ 30 ആയത്തുകളാണ് അതിൽ. ശഫഅത്തി ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, ആ സൂറത്ത് പാരായണം ചെയ്തവർക്ക് വേണ്ടി പാപം പുറത്തു കിട്ടുന്നതുവരെ ആ സൂറത്ത് ശുപാർശ പറയുന്നതാണ്. വഹിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അതേതാണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ്, 67 അധ്യായമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുർആനും നോമ്പും അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നോമ്പ് പറയും, അല്ലാഹുവേ ഇവൻ വെള്ളം ഉപേക്ഷിച്ചത്, ഭക്ഷണം നിർത്തിയത്, പകലിൽ ഭാര്യയുമായി ബന്ധപ്പെടാതിരുന്നത് നോമ്പുകാരനായതുകൊണ്ടാണ് എന്ന് നോമ്പ് അവന് വേണ്ടി ശുപാർശ പറയും. അതേസമയം ഇവൻ രാത്രിയിൽ ദീർഘനേരം നമസ്കരിച്ചത് എന്നെ പാരായണം ചെയ്തുകൊണ്ടാണ്, അവൻ വിധികൾ എടുത്തത് എന്നെ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി ഖുർആനും ശുപാർശ പറയുമെന്ന് സഹോദരങ്ങളെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും ശുപാർശ തടയപ്പെടുന്ന ചില ആളുകളെയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 3 വിഭാഗമാണ്. ഒന്ന്, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ശുപാർശ ഉണ്ടാവുകയില്ല എന്നാണ്. ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ പറഞ്ഞു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ പ്രവാചകനും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു പ്രാർത്ഥനാ സന്ദർഭം അള്ളാഹു കൊടുത്തിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, എല്ലാ പ്രവാചകന്മാരും നിർബന്ധിത സാഹചര്യത്തിൽ ആ ഒരു പ്രാർത്ഥന ഉപയോഗിച്ച് കഴിഞ്ഞുപോയി. എനിക്ക് വേണ്ടി അല്ലാഹ് ചെയ്ത ആ അവസരം അന്ത്യനാളിലെ ശഫാഅത്തിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് കിട്ടുക തന്നെ ചെയ്യും. മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈആ, എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയവർക്കാണ് ആ ശുപാർശ ലഭ്യമാവുക. തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ച് അള്ളാഹനെ മാത്രം ആരാധിച്ച് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് മാത്രം സഹായം തേടി അവന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്ത് അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്ത് അവന്റെ പുണ്യം പ്രതീക്ഷിച്ചു മാത്രം നേർച്ച നേർന്ന് ബലിയെറുത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങള് മുവഹിദുകളില്ലേ, അവർക്കാണ് ആ ശുപാർശ കിട്ടുക എന്ന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ശിർക്ക് ശുപാർശക്ക് തടസ്സമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റിയാ, ലോകമാന്യത, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അത് ശുപാർശ തടയാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് ഇമാം ബുഖാരി 99-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റുള്ളവരെങ്ങനെ ശപിക്കുക, എന്തിനും ഏതിനും ശപിക്കുന്ന ചില ആളുകളുണ്ട് അല്ലെ. ചില ആളുകളൊക്കെ വീട്ടിലുള്ള വസ്തുക്കളെ ശപിക്കും, കോഴിയെയും പൂച്ചയെയും അടുക്കളയിലെ വസ്തുക്കളെയും മക്കളെയും ഒക്കെ ഒന്നിനും കൊള്ളാത്തവർ എന്ന് പറഞ്ഞ് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവരെ കാണാം. സുഹൃത്തുക്കൾ, എത്ര ഗൗരവമാണ്! ഞാൻ വിശദമായി പറയാൻ സമയമില്ല എന്ന് എനിക്കറിയാം. റസൂലുള്ളാഹി പറയാണ്, മൻ ലഅന ഷൈഅ, ആരെങ്കിലും ഇന്നൽ അബ്ദ ഇദാ ലഅന ഷൈഅൻ, ഏതെങ്കിലും ഒരു അടിമ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ അത് ആകാശ ലോകത്തേക്ക് കയറിപ്പോകും. ആ ശാപവാക്ക് ഇതൊന്നും ഗുണം പിടിക്കൂലടാ, സ്വന്തം മക്കളോട് പറഞ്ഞാലേ ആ വാക്ക് ആകാശത്തേക്ക് കയറിപ്പോകും. ആകാശം അതിനെ സ്വീകരിക്കാതെ അത് ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങി വരും. ഭൂമിയും അതിനെ സ്വീകരിക്കാതെ തട്ടിമാറ്റും. അത് ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലതു ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങും. അവിടെയൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് കാണുമ്പോൾ അത് നമ്മൾ എന്തിനെയാണോ ശപിച്ചത് അത് ആ ശാപത്തിന് അർഹിച്ചതാണെങ്കിൽ അതിലേക്ക് കയറി ചെല്ലും. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ അത് പറഞ്ഞവരിലേക്ക് തിരിച്ചടിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനെങ്കിലും ശപിച്ചാൽ ആകാശവും ഭൂമിയൊന്നും സ്വീകരിക്കാതെ നമ്മൾ എന്തിനെയാണോ ശപിച്ചത് അതിന് അർഹതയുള്ളതാണെങ്കിൽ അതിലേക്ക് പോകും, ഇല്ലെങ്കിൽ നമ്മളിലേക്ക് വരും. അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് ശാപം തട്ടുമെന്ന് ഉറപ്പാണ് എന്നർത്ഥം. മാത്രമല്ല, നമ്മുടെ വിഷയവുമായി അതിനുള്ള ബന്ധം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ ലഅനീന, ഈ ശപിക്കുന്ന ആളുകളുണ്ടല്ലോ, ലാ യകൂനൂന ശുഹദാ വലാ ശുഫആ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്ക് ശുപാർശ ലഭിക്കുകയില്ല.
അവർക്കൊരിക്കലും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, കോപമുണ്ടാകട്ടെ എന്ന് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നവർ. റസൂലുള്ള പറഞ്ഞു, ലാ തലഅനൂ ബിലഅനത്തില്ലാ വലാ ബിഗളബിഹി വലാ ബിന്നാർ. അള്ളാന്റെ ശാപം നിനക്കുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറയരുത്. വലാലി ഖളബിഹി, അള്ളാന്റെ കോപം നിനക്കുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറയരുത്. വലാ ബിന്നാർ, അള്ളാഹ് നിനക്ക് നരകം തരട്ടെ എന്ന് നിങ്ങൾ ഒരാളോടും പറയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും അത് ശഫാഅത്തിന് തടസ്സമാകുന്ന കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ദീർഘമായി സംസാരിക്കുകയല്ല, അവസാന ഭാഗത്തേക്ക് പോകുമ്പോ ഈ അന്ത്യനാളിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ദാഹാർത്തരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ വേളയിൽ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന ചില ആളുകളെ കുറിച്ച് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ കൗസറിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ പ്രവാചകരെ, താങ്കൾക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു. ധാരാളം നന്മകൾ അടങ്ങുന്ന ഹൗദുൽ കൗസർ ഇതാ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, അതിന്റെ പ്രത്യേകതയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലആനിയതുഹു അക്സറു മിൻ അദദി നുജൂമിസ് സമാ, ആകാശത്തെ നക്ഷത്രങ്ങളുടെ സമാനമായ രീതിയിലാണ് അവിടുത്തെ കൂജകൾ, പാത്രങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ ശരിബ മിൻഹാ ലം യൽമൽ ആഖിറ മാ അലൈഹി, അതിൽ നിന്ന് കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹം അനുഭവപ്പെടുകയില്ല. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അതിന്റെ വീതിയും നീളവും ഒരുപോലെയാണ്. ബൈന അമ്മാൻ ഇല ഐല, അമ്മാൻ നിന്ന് ഐല വരെ ദീർഘമായ സ്ഥലം, അവർക്ക് മനസ്സിലാകുന്ന രണ്ട് സ്ഥലം പറഞ്ഞിട്ട് അത്രയും വലിയ ഒരു ഇടമാണ് ഹൗദുൽ കൗസർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അവിടുത്തെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണവും തേനിനേക്കാൾ മധുരമുള്ളതുമായിരിക്കും. അത്യബു മിനൽ മിസ്കി, അത് കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമാണ്. വമാഉഹു അഹ്ലാ മിനൽ അസലി, തേനിനേക്കാൾ രുചികരമായ മധുരമുള്ളതാണ്. വഅശദ്ദു ബയാലുൻ മിനൽ ലബനി, പാലിനേക്കാൾ ശുദ്ധമായ വെള്ളയാണ്. സുഹൃത്തുക്കളെ, ഇതൊന്നൊരു വർണ്ണന വെറുതെ തമാശക്ക് പറഞ്ഞതല്ല. ഇതൊക്കെ അന്ത്യനാളിലെ ദാഹാർത്തരായി നിൽക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂലിന്റെ തൃക്കൈകളെ കൊണ്ട് കോരിക്കുടിക്കാൻ അവസരം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൗസർ, എനിക്ക് ഹൗദുൽ കൗസർ നൽകപ്പെട്ടിട്ടുണ്ട്. ഫഇദാ ഹുവ നഹ്റുൻ യജ്രി, അത് ഒഴുകുന്ന ഒരു പുഴയാണ്. അത് സ്വർഗത്തിൽ നിന്നും ഒഴുകിയെത്തുന്നതും കെട്ടി നിർത്തുന്ന ഹൗലുമാണ്. അപ്പൊ രണ്ടുണ്ട്. ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഒഴുകുന്ന പുഴയുമുണ്ട്, കെട്ടി നിർത്തുന്ന ഹൗലുമുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും കോരിക്കൊടുക്കുക എന്നാണ്. ഒരു ഹദീസിൽ കാണാം, ഹൗലി മസീറത്തു ശഹർ, ഒരു മാസത്തെ വഴി ദൂരം നീളമുള്ള ഹൗലാണ് എനിക്ക് നൽകപ്പെടുക. വ്യത്യസ്ത ഹദീസുകൾ വേറെ വേറെ രീതിയിൽ വന്നിട്ടുണ്ട്. അവ ഒന്നിച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയി എന്ന് മാത്രം. സഹോദരങ്ങളെ, ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം നോക്ക് നിങ്ങൾ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരിക്കൊടുക്കുന്ന സമയത്ത് ചില ആളുകളുടെ മുന്നിൽ അത് തടയപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് പ്രവാചകൻ പറയും, ഐ റബ്ബി മിന്നി, ഐ റബ്ബി ഉമ്മത്തി, അല്ലാഹുവേ, അവരെന്റെ ആളുകളാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അമിലു മാ സാലു യർജിഊന അലാ ഉഖാബിഹിം. വ്യത്യസ്ത റിവായത്തുകളിൽ കാണാം, ലാ തദ്രി മാ ഹദ്ദസു ബഅദക, പ്രവാചകരെ, താങ്കൾക്ക് ശേഷം അവർ എന്തൊക്കെയാ ദീനിൽ പുതുതായി കൊണ്ടുവന്നത്. പ്രവാചകൻ പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബിഉകൾ കേട്ടിട്ട് പോലുമില്ലാത്ത എന്തെല്ലാം ദുരാചാരങ്ങളും പുത്തനാചാരങ്ങളുമാണ് സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ കടത്ത് കൂട്ടപ്പെട്ടിട്ടുള്ളത്. അത്തരം ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ ഹൗദുൽ കൗസറിലെ വെള്ളം തടയപ്പെടുമെന്നും അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറയുമത്രേ, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ബദ്ദല ബഅദീ, വിദൂരം പോകൂ, നാശം നിങ്ങൾക്ക്, നാശം നിങ്ങൾക്ക്, നഷ്ടം നിങ്ങൾ വിദൂരം പോകൂ. ലിമൻ ഹദ്ദസ ബഅദീ, ലിമൻ ബദ്ദല ബഅദീ, എന്റെ ശേഷം പലതും ഉണ്ടാക്കിയവരല്ലേ നിങ്ങൾ ദീനില്.
അള്ളാന്റെ റസൂല് ദീൻ പൂർത്തിയാക്കി തന്നു അല്ലെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ പൂർണ്ണമായ ഇസ്ലാമിലേക്ക് ബിദ്അത്തുകൾ കൊണ്ടുവരികയും സുഹൃത്തുക്കളെ എത്രയോ ആളുകൾ അത് പുണ്യാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തു കൂട്ടുകയാണ്. അതാണ് ബിദ്അത്തിന്റെ ഏറ്റവും വലിയ ഗൗരവം. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും പടച്ചോനെ ആ തെറ്റിനിക്ക് പുറത്തു തരണേ എന്നൊരു മനസ്സുണ്ടാകും. എന്നാൽ കൂലി ഉദ്ദേശിച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്ന, എന്നാൽ അത് ഇബാദത്തായി പരിഗണിക്കാത്ത, റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പുറത്തു തരണേ എന്ന് പറയുക പോലും ചെയ്യൂല. കാരണം കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അത്തരം ബിദ്അത്തുകളിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. അന്ത്യനാളിൽ അനുഗ്രഹം ലഭിക്കുന്ന, സന്തോഷിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, റബ്ബിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന നല്ലവരിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. പ്രവാചകന്റെ കൈകളിൽ നിന്ന്, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി ലഭിക്കുന്ന ആളുകളിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. വഷളാകുന്ന, നിന്ദ്യരാകുന്ന അഹങ്കാരികളിലോ വഞ്ചകന്മാരിലോ നമ്മൾ ഉണ്ടാകാതിരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്ദ്യരാകുന്ന, വഷളാകുന്ന, മാലോകരുടെ മുന്നിൽ ഇളിപ്പരാകുന്ന ആളുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിൽ ഹാജാത്ത്. اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.